1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ പിശുക്ക് കാണിക്കരുത്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് അടിപൊളി ലോകം. അരങ്ങിൽ കളിക്കുന്നവർക്കൊപ്പം തന്നെ അതേ സ്റ്റെപ്പ് ഇട്ട് കളിക്കുന്ന കൊച്ചുമിടികളുടെ ഡാൻസ് കൂടിയാണ് അടുത്തത്. ഒരു ഡാൻസും പാട്ടും ഇല്ലാതെ എന്തോ അടിപൊളി ലോകം. ഡാൻസ് പോട്രാ. കൂട്ടത്തിൽ നിന്ന് കളിക്കുന്നതിൽ എന്താണ് മാസ്? ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ഇച്ചിരി മാറി നിന്ന് ഡാൻസ് കളിക്കുന്നതല്ലേ അതിന്റെ ഒരു മാസ്. ആളുകളെ മുന്നിലിരുത്തി ലൈവായിട്ട് കാരിക്കേച്ചർ വരച്ച് അവരെ അത് കാണിക്കുമ്പോഴുള്ള റിയാക്ഷൻ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. Alright, you guys ready? Ready. 3, 2, 1. ഇതിപ്പോ ഇന്ത്യയിലാണെ കാണായിരുന്നു എന്ന് പറഞ്ഞവരുടെ അടുത്ത് ഒന്ന് അങ്ങോട്ട് നോക്കൂ. കല എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. ഈ രണ്ടുപേരുടെ മനസ്സ് നിറഞ്ഞുള്ള ചിരി കണ്ടോ? ഈ കാരിക്കേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ നെഗറ്റീവ് കമന്റ് വന്നിടുന്നത്. അടുത്ത വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ കൊച്ചുകുട്ടികൾക്ക് എന്തിനാണ് കണ്ണും പിരികവും വരയ്ക്കുന്നത്? എന്തിനാണ്? लैक्मे आइकॉनिक काजल, काजल इतना गहरा जो समय को मारते, लगातार सफर ये इसे मारते, लगातार काम ये इसे भी मारते. പാരടാ ഈ ജനിച്ച കൊച്ചിനെയൊക്കെ ദിഗംബരനാക്കിയത്? പാവോടാ, അതിനതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നെ നിങ്ങളിപ്പൊ കാണിച്ചു തന്നെ. ചിലർ പാടി അങ്ങ് ഉറക്കിക്കളയുമെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ ഇതാ ഒരു കൊച്ചുകുട്ടി പാടി ഉറക്കിയത് ആരെയൊക്കെയാണെന്ന് അറിയാമോ? No oceano, no espírito que te entregaré. നോക്കടാ, കോഴി, പന്നി, തിരനിറച്ച് തോക്കല്ലേടാ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ചെറുതും വലുതും എല്ലാവരും ഡീപ് സ്ലീപ്, അതും ആ കൊച്ചിന്റെ പാട്ടിൽ. എന്നാലും ഇതെങ്ങനെ? സോ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോ ശുഭദിനം.